ആതിര, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ആഫ്റ്റർ എ ലോങ് ടൈം ആതിര ഇവിടുന്ന് സ്ഥാനാർത്ഥിയാവാനായിട്ട് പോയ അന്ന് കണ്ടതാണ്. അതെ അതെ അതെ. അതിനുശേഷം ഇന്നാണ് നമ്മൾ കാണുന്നത്. പിന്നീട് കാണുന്നത്. അന്ന് ഞാൻ കുറെ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിരുന്നു സാറിന്റെ വാക്ക് ഫലിച്ചതാണെന്ന്. സാറ് തമാശക്കെന്ന് പറഞ്ഞൊരു കാര്യമാണ്. Then tell me, എങ്ങനെയുണ്ടായിരുന്നു ഇലക്ഷൻ ക്യാമ്പയിനിങ്ങും ഇലക്ഷൻ യുദ്ധം എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കും യുദ്ധം തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ഇതുവരെ ഈ പുറത്ത് നിന്നിങ്ങനെ ഈ ന്യൂസിലെ കാണുന്നു അങ്ങനെ കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. ആദ്യമായിട്ട് ഇതിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് ഭഗവാൻ ഇത് ശരിക്കൊരു വോർ തന്നെയാണ്. നമ്മളുടെ തന്നെ മൈൻഡിന്റെ സ്റ്റേറ്റ് മാറും. നമ്മൾ അത്രയും നാളും ഉണ്ടായിരുന്ന ഞാനല്ല ആ ഒരു സമയത്ത് കുറെ ദിവസം ഇപ്പോഴും അതിൽ നിന്ന് മാറി വരുന്നതേ ഉള്ളൂ ലിറ്ററലി പറഞ്ഞാല്. അപ്പോൾ ശരിക്കും ഒരു യുദ്ധമാണ്. പിന്നെ കുറെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും, ഒരു തിരിച്ചറിവുകള് മനസ്സിലാക്കാൻ. It's a learning process. കാരണം the youngest candidate in the state taking on the most powerful person in the CPIM. അവരുടെ സമ്പത്തിന്റെ മുമ്പിലോ അതല്ലെങ്കിൽ അവർക്കുള്ള പബ്ലിക് ഇൻഫ്ലുവൻസിന്റെ പുറത്തൊന്നും എത്താനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നിരിക്കാം. പക്ഷെ യു ഹാവ് മെയ്ഡ് എ വേവ് ഇൻ ഏറ്റുമാനൂർ. അതൊരു വലിയ സന്തോഷമായി. ഞാൻ പത്രത്തിൽ വായിക്കാറുണ്ട്, ടി വിയിൽ കണ്ടിരുന്നു. അത് തന്നെ ഒരു വലിയ സന്തോഷമായി. കാരണം ബിഗ് പ്രോസസ്. ഈ പ്രോസസ് പ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എങ്ങനെയാണെങ്കിലും യു ആർ ഗോയിങ് ടു ബി ദ സ്റ്റാർ. ഡോണ്ട് വറി അബൌട്ട്. എങ്ങനെയാ നമുക്ക് റിസൾട്ടിനെ കുറിച്ച്, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നാളെ കൗണ്ട് ഡൗൺ ഹാസ് സ്റ്റാർട്ടഡ്. അതെ അതെ അതെ. Tell me, how was it? What do you want? What do you feel like asking? ഞാനും സത്യം പറഞ്ഞാൽ ആ ഒരു ടോപ്പിക്കിൽ തന്നെയാണ് സാറിനോട് ചോദ്യം. കാരണം ഞാനുമായിട്ട് കുറച്ചുകൂടെ റിലേറ്റഡ് ആണല്ലോ ഇത്തവണ ചോദ്യം. അപ്പോൾ ഇന്നിങ്ങനെ രാവിലെ മലയാള മനോരമ പത്രം വായിച്ച സമയത്ത് ഒരു എന്താ പറയുക, കുറേ ആളുകളുടെ ഒരു അവരുടെ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാട് എബൌട്ട് നാളത്തെ റിസൾട്ടിനെ പറ്റിയിട്ട്. അപ്പോൾ അത് ഒന്ന് ഞാൻ സാറിനെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഒന്ന് നമ്മുടെ പന്ന്യൻ രവീന്ദ്രൻ സാറ് പറഞ്ഞിരിക്കുന്നത് LDF 76 സീറ്റ്, UDF 64 സീറ്റ്, NDAക്ക് 0. ഇനി ബി ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞിരിക്കുന്നത് LDF 67, UDF 65, NDAക്ക് 8 സീറ്റ്. ഇനി അശോകൻ ചെരുവിൽ വരികയാണെങ്കിൽ LDF 80, UDF 60, NDA 0. CP ജോൺ ആള് പറയുന്നത് UDF 81, LDF 58, NDAക്ക് 1 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. NS മാധവൻ സാർ പറയുന്നത് LDF 75, UDF 65, NDAക്ക് 0. ഇനി കൽപ്പറ്റ നാരായണൻ സാർ പറയുന്നത് UDF 88, LDF 52, NDAക്ക് 0. ഇനി ബി അശോക് IAS ഓഫീസറാണ്. ആള് പറയണത് UDF 88 സീറ്റ്, LDF 49, NDAക്ക് 3. ജോയി മാത്യു നമ്മുടെ സംവിധായകനും നടനും ഒക്കെയാണ്. ആള് പറയണത് UDF 90 സീറ്റ്, LDF 49, NDAക്ക് 1. ഇനി ഫൈനലി MN കാരശ്ശേരി പറയുന്നത് UDF 83, LDF 56, NDAക്ക് 1. ഇങ്ങനെയാണ് ഇവരുടെയൊക്കെ ഒരു പ്രഡിക്ഷൻസ് അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻ. ഇതിൽ ശരിക്കും ആര് പറയുന്നതൊക്കെ ആയിരിക്കും ശരി, അല്ലെങ്കിൽ ശരിക്കും ഒരു വിജയ സാധ്യത എന്താണ് സാറ് കാണുന്നത്? ഇവര് പറയണ ഒന്നും ശരിയല്ല അതില്. കാരണം ഇവരെല്ലാവരും ഒരുമാതിരി ആംചെയർ ജേർണലിസം കളിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കസേരയിൽ ഇരുന്നിട്ട് വീട്ടിലിരുന്നിട്ട് TV ചാനൽ, അവർക്ക് ഇഷ്ടപ്പെട്ട TV ചാനലുണ്ട്, അത് നോക്കി കഴിഞ്ഞിട്ട് അവരുടെ എന്താ പറയണ ഒരു അഭിപ്രായം എന്ത് ചെയ്യണം. ഇലക്ഷന്റെ സീറ്റ് എത്ര കിട്ടും എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും നേരിട്ട് പോയി ആ ജനങ്ങളോട് സംസാരിച്ച് പ്രചരണം ഇതെല്ലാം രീതിയെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു അഭിപ്രായം നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഇതിൽ കോമൺ ആയിട്ട് ഞാൻ കണ്ടത് പലരും ഈ NDAക്ക് 0 അല്ലെ BJPക്ക് 0 എന്ന് പറയുന്നുണ്ട്. അവർ ഈ പറഞ്ഞ ഒന്നിൽ ഫെനാറ്റിക് ക്രിസ്ത്യൻസ് ആയിരിക്കാം, ഫെനാറ്റിക് മുസ്ലിംസ് ഉണ്ട് കാരശ്ശേരിനെ പോലെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫെനാറ്റിക് മാർക്സിസ്റ്റുകളുണ്ട്. അവർക്ക് BJPക്ക് സീറ്റ്, BJPയോട് മത്സരിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ കൂടി അവർക്ക് അറിയില്ല. അപ്പൊ ചാനലിൽ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഒരു ചാനലിൽ സ്ക്രോൾ പോണു, BJP അക്കൗണ്ട് തുറക്കും, പിന്നെ BJP 1-ൽ കൂടുതൽ സീറ്റുകൾ ലക്ഷ്യമിടുന്നു. ഇത് ആർക്കാ എഴുതാൻ പാടില്ലാത്ത ഇത്? BJP അക്കൗണ്ട് തുറക്കും എന്ന് പറഞ്ഞാൽ BJP അക്കൗണ്ട് 2016 തുറന്നതല്ലേ. അത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പില് ജയിക്കുക, മത്സരിക്കുക, ജയിക്കുക, തോൽക്കുക എന്നുള്ളത് ഒരു സ്വാഭാവിക കർമ്മമാണ്. അതുകൊണ്ട് ഒരു പാർട്ടിക്ക് സീറ്റ് കിട്ടിയിട്ടില്ല എന്ന് കരുതി അവരുടെ അക്കൗണ്ട് മറ്റും പോയി എന്നും പിന്നെ അല്ലെങ്കിൽ മറ്റൊരു സീറ്റ് ജയിച്ചൊന്നും അവർ പെർമനന്റ് ആയിട്ട് ഇരിക്കുമെന്നും കണക്കാക്കുന്ന ശുദ്ധ തെറ്റാണ്, അസംബന്ധമാണ്. അപ്പൊ ഇതില് ഇവരുടെ ആരുടെയും ഈ അസസ്മെന്റ്
ഷാർപ്പായിട്ടോ അതല്ലെങ്കിൽ 20% ഒരു 30% തോന്നണില്ല. അപ്പം ഇവരിൽ പലരും ഒരു കാര്യം മനസ്സിലാക്കണില്ല. 2026 തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം എല്ലാവരും പറഞ്ഞ പത്രങ്ങളൊക്കെ എഴുതിയത് ഭയങ്കര വോട്ടിംഗ് ശതമാനമാണെന്നാണ് പറയുന്നത്. 79.7 അത്രയൊന്നും ഇല്ല. ഇത് യഥാർത്ഥത്തില് ഇൻ റിയൽ ടേംസ് എടുക്കുകയാണെങ്കിൽ 2016 എത്ര ശതമാനം വോട്ട് പോൾ ചെയ്തു അത്രയും ശതമാനം വോട്ടേ പോൾ ചെയ്തിട്ടുള്ളൂ ഇത്തവണ 2026. അതിന് കാരണമുണ്ട്. ഈ SIR മുഖാന്തരം കുറെ പേരുടെ പേര് ഡബിൾ എൻട്രി, പിന്നെ അതേപോലെ മറ്റു പല മരിച്ചുപോയവര്, സ്ഥലം മാറിപ്പോയവര്, അവരുടെ എല്ലാം പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത്രയും 79% 80% പോളിംഗ് ഇപ്പൊ ഉണ്ടെന്ന് ഇവർ പറയുമ്പോഴും റിയൽ ടേംസിൽ 2016 തെരഞ്ഞെടുപ്പിന് സമാന്തരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. അതൊന്ന്. വേറൊന്നുള്ളത്, ഇവരെന്താ തുടക്കത്തിലെ തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവരാരും ഈ ശക്തമായ ഭരണവിരുദ്ധ വികാരം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയണ ഞാൻ ഇപ്പോഴും വിശ്വസിക്കാത്ത എക്സിറ്റ് പോളുകളിലൊന്നും ഈ റിസൾട്ട് അല്ല പ്രതിഫലിക്കേണ്ടത്. എന്താ എക്സിറ്റ് പോളുകൾ പറയണ? LDFന് 60-നും 70-നും ഇടയ്ക്കും, മറ്റവർക്ക് 70-നും 80-നും ഇടയ്ക്കും, BJPക്ക് 0 മുതൽ 1 വരെ, ഇങ്ങനെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJP മീൻസ് NDA എന്ന് മനസ്സിലാക്കണം. ഈ ശക്തമായ ഭരണവിരുദ്ധ തരംഗം എന്തായിരുന്നു എന്ന് അറിയണമെങ്കിൽ നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് ശ്രദ്ധിച്ചാൽ മതി. അവിടെ ഭരണവിരുദ്ധ തരംഗം ഉണ്ടായപ്പോൾ, ഭരണവിരുദ്ധ വികാരം ഉണ്ടായപ്പോൾ ഭരണകക്ഷിയെ തവിടുപൊടിയാക്കിയാണ് ജനങ്ങൾ വിട്ടത് മുഴുവനും. ഈ പോളിംഗ് പെർസെൻറ്റേജ് ഭയങ്കരമായിട്ട് കൂടും. അതുമാത്രമല്ല, ഞാൻ ഓർക്കുന്നു 2001 തെരഞ്ഞെടുപ്പിൽ അതെനിക്ക് ഓർമ്മയുള്ളൂ പെട്ടെന്ന്, കരുണാനിധിയുടെ DMKക്ക് കിട്ടിയത് 30% സീറ്റാണ്. കാരണം 96 തൊട്ട് 2001 വരെ കരുണാനിധി ഭരിച്ചു. അപ്പൊ അവരോട് ഭയങ്കര വിരോധമായിരുന്നു, അഴിമതി ആരോപണം. അതിനെ ജനങ്ങൾ പ്രതികരിച്ചത് അവർക്ക് കഷ്ടി 30 സീറ്റ് നൽകിയിട്ടാണ്. മനസ്സിലായില്ലേ? ജയലളിതയുടെ പേരിൽ അഴിമതി ആരോപണം ഉണ്ടായിരുന്നിട്ട് കൂടി അവർ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ, മോർ ദാൻ 2/3 മെജോറിറ്റിയോട് കൂടി അവർ തിരിച്ചു വന്നു. 2001-2006 ജയലളിതയുടെ ഭരണത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പോളിംഗ് ശതമാനത്തിന് വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ജയലളിതയ്ക്ക് ഗവൺമെന്റ് ജീവനക്കാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും വോട്ട് നഷ്ടപ്പെട്ടു. എന്താ കാരണം എന്ന് വെച്ചാൽ, സമരം ചെയ്ത ഗവൺമെന്റ് ജീവനക്കാരെ മുഴുവൻ അവർ പിരിച്ചുവിട്ടിരുന്നു. ഇവര് സെക്രട്ടേറിയറ്റിൽ പോയി പിഴിഞ്ഞു പറഞ്ഞു, അയ്യോ അമ്മ കാപ്പാത്തിടുങ്കോ, തപ്പ് പറ്റിയാച്ച് അവർ കേട്ടില്ല. അപ്പൊ 2006 തെരഞ്ഞെടുപ്പിൽ എന്നിട്ടും കരുണാനിധിക്ക് 90 സീറ്റ് ഒറ്റേ കിട്ടിയുള്ളൂ. ഓർമ്മയുണ്ട്? അവിടെ ജയിക്കേണ്ടത് എത്ര? 234 സീറ്റിൽ 170ഓളം സീറ്റ്, 234 സീറ്റിൽ 117 118 സീറ്റ് ഉണ്ടെങ്കിലേ ഭൂരിപക്ഷം ആവുള്ളൂ. അതിക്ക് 90 കിട്ടുള്ളൂ. അയാൾ മൈനോറിറ്റി ഗവൺമെന്റിനെയാണ് 5 വർഷം വെച്ചുകൊണ്ടിരുന്നത്. 2011 ശക്തമായ ഭരണവിരുദ്ധ വികാരം കരുണാനിധിക്കെതിരെ. കാരണം തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അഴിമതിയായിരുന്നു. അന്നത്തെ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഹെഡ്ലൈൻ, പൊളിറ്റിക്കൽ സുനാമി ബൈ നെയിം ജയ സ്ട്രക്ക് ദ തമിഴ്നാട് കോസ്റ്റ് ആൻഡ് DMK വാസ് വൈപ്ഡ് ഔട്ട്. DMK 17 സീറ്റോ 18 സീറ്റോ ഒറ്റേ ഉള്ളൂ DMKക്ക് കിട്ടിയുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. 2016 ജയലളിതയോട് ഒരു വിരോധം ഉണ്ടായിരുന്നില്ല ആൾക്കാർക്ക്, എന്നിട്ടും അവർ ജയിച്ചു. ഇപ്പോഴാണ് പിന്നെ 2021 ആയപ്പോഴത്തേക്കും ദിസ് ഫെലോ എടപ്പാടി പഴനിസ്വാമി സ്പോയിൽ ദ ഹോൾ ഷോ. അപ്പൊ അതേപോലെ അതാണ് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത്. ഈ സുനിൽ ഒരിക്കൽ ഞങ്ങളൊരു വീഡിയോ ചെയ്തല്ലേ, സുനിൽ കണക്കെടുത്ത് കാണിച്ചു തന്നു തന്നെ. 10-12 ഇലക്ഷനിൽ നിയമസഭാ കണക്കെടുത്ത് കാണിച്ചു തന്നു. കോൺഗ്രസിന് ഒരിക്കലും 40 സീറ്റിൽ കൂടുതൽ ജയിക്കാൻ പറ്റിയിട്ടില്ല പല തെരഞ്ഞെടുപ്പിൽ. അവര് ജയിച്ച സമയത്ത്
ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അവർക്ക് കിട്ടിയത് 39 സീറ്റോ 38 സീറ്റോ ഒക്കെ ഉള്ളൂ. ലീഗിനാണ് കൂടുതൽ സീറ്റ് കിട്ടിയത്. എന്താ മത്സരിച്ച് അത്രയും സീറ്റുകൾ ലീഗ് ജയിച്ചു. ലീഗിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയും അത് കൂടുതലാണ്. അങ്ങനെയാണ് കോൺഗ്രസ് ജയിച്ചത്. കോൺഗ്രസ് ലീഗിന്റെ പുറത്ത് കയറി നിന്നിട്ടാണ് ജയിച്ചത് മുഴുവൻ. മനസ്സിലായില്ലേ? അപ്പൊ ഇപ്പോ ഇവര് പറയുന്നു ഭരണവിരുദ്ധ വികാരം, അഴിമതി, അത് ഇത്, ഗോവിന്ദൻ, ശ്യാമള ആൻഡ് ഓൾ സോർട്ട് ഓഫ് നോൺസെൻസ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ 140 മണ്ഡലത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 90 മണ്ഡലത്തിലെങ്കിലും കോൺഗ്രസിന് സീറ്റ് ജയിക്കേണ്ടതാണ് അഭിപ്രായ വോട്ടെടുപ്പിൽ. ഇവർ ഇലക്ഷന്റെ സമയത്ത് പറഞ്ഞ് 110 തൊട്ട് 115 സീറ്റ് വരെ കിട്ടും എന്നാണ് ഈ നമ്മുടെ മുഖ്യമന്ത്രിയാവാൻ 13ാമത്തെ മുഖ്യമന്ത്രിയാവാൻ ഷർട്ട് തെപ്പിച്ച് വെച്ചിരിക്കുന്ന സ്വതീശൻ പറഞ്ഞത്. ഓക്കെ, അത് കഴിഞ്ഞ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു 115 കൂടുതൽ കിട്ടിയേക്കാം എന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരും പറഞ്ഞു അത് തന്നെ ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നു. വോട്ടിംഗ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് അവരുടെ ശബ്ദത്തിൽ മാറ്റം വരാൻ തുടങ്ങി. ഇത് സംഗതി എന്താണ് പറയണത്, എളുപ്പമല്ല എന്ന് അവർക്ക് മനസ്സിലായി. 115 100ആയി, 100 90ആയി, 90ആയി 80ആയി, ഇപ്പൊ 75-നും 80-നും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാനോ ആതിരയോ വീട്ടിലിരുന്നുകൊണ്ട് കണക്ക് കൂട്ടിയിട്ട് എന്താ പറയണ, അതും ഈ പറഞ്ഞ ബുദ്ധിജീവികൾ, ദ സോ കോൾഡ് ബുദ്ധിജീവി, കാരശ്ശേരി, താമരശ്ശേരി, അവരൊക്കെ പറയണതും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? ഈ എന്താ പറയണ, പത്രത്തിൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ സാധിക്കുള്ളൂ, കോളമിനിസ്റ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് എന്ത് വിവരക്കേടും വിളിച്ചു പറയാനും അറിയില്ല. പിന്നെ ഇതിനകത്ത് ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളവരുടെയൊക്കെ പൊളിറ്റിക്കൽ ലീനിങ്സ് നമുക്കറിയാം. NS മാധവൻ, ഹി സ്പീക്സ് നോൺസെൻസ്, അതാണ് അയാളുടെ പേര് തന്നെ NS മാധവൻ എന്ന് പറയുന്നത്. പിന്നെ ഈ CP ജോൺ, അദ്ദേഹം തോറ്റാലും അദ്ദേഹത്തിന് വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അദ്ദേഹം പ്ലാനിംഗ് ബോർഡ് മെമ്പറോ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ഇപ്പൊ കണക്കനുസരിച്ചിട്ട് നോക്കുകയാണ് അദ്ദേഹത്തിന്റെ തന്നെ എന്താ പറയണ ജയം, എന്താ പറയണ വലിയ ഒരു എന്താ പറയണ പ്രതിസന്ധിയിലാണ്. അവിടെ 2 നല്ല കാൻഡിഡേറ്റ് ആണ് നിൽക്കുന്നത്. കരമന ജനാർദ്ദൻ നായരുടെ ചെറുക്കനും പിന്നെ മറ്റേ എന്താ ഒരു കരമന ജയനുമാണ് നിൽക്കുന്നത്. നല്ല 2 കാൻഡിഡേറ്റ്സ് ആണ്. അവര് തമ്മിലുള്ള ഫൈറ്റിൽ CP ജോൺ ചിലപ്പോൾ, എനിക്കറിയില്ല CP ജോൺ തിരുവനന്തപുരത്ത് ജയിക്കുമെന്നൊന്നും പറ്റും. ഒന്നാമത്തെ ആൾ ഈർക്കിൽ പാർട്ടിയുടെ നേതാവ്, 1 സീറ്റേ ഉള്ളൂ മൂപ്പർക്ക്. ഓൾ ദീസ് പീപ്പിൾ ഈ സീറോ. പന്നിയൻ രവീന്ദ്രൻ എപ്പോഴാണെന്താ ഇലക്ഷന് ഒരു തവണ ലോക്സഭ ഇലക്ഷൻ മത്സരിച്ചു, എങ്ങനെയോ ബൈ ഫോൾട്ട് അയാൾ കയറി പറ്റി. ഈ തലമുടി നീട്ടി വളർത്തിയിട്ടുണ്ടല്ലോ. അപ്പം അയാൾക്ക് ഒരു പൊളിറ്റിക്കൽ കമന്റേറ്ററോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഒബ്സർവറോ ആവാനായിട്ടുള്ള യോഗ്യതയുണ്ടോ? ഞാനിപ്പോ അതൊന്നും ആയിട്ടല്ലാട്ടോ ഞാൻ പറയണേ. 40 വർഷം ഈ കയ്യിലും കുത്തി നടന്നാണല്ലോ ഇതിന്റെ പുറകെ എഴുതിയെടുത്തോണ്ട് ആ ഒരു ഇത് വെച്ചിട്ട് പറയുന്നതാണ്. ഇവരൊക്കെ പറയണ തെറ്റാ. നാളെ വോട്ടെണ്ണി കഴിഞ്ഞ് 10 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ട്രെൻഡ് അറിയാനേ പറ്റുള്ളൂ. അതുപോലെ ഇത്രയും പറഞ്ഞാൽ പോരെ. ഇനി എനിത്തിങ് യു വാണ്ട് മീ ടു ആഡ് മോർ? ഈ രാഷ്ട്രീയ നിരീക്ഷകർ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ ഒന്നും ഒരെണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. അവന്റെ വായി തോന്നിയത് എഴുതും. പലപ്പോഴും പലരും എഴുതുന്ന ശുദ്ധ ഭോഷ്കാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ മീഡിയയിൽ പറയും, അയ്യോ മാധവൻ അയാള് വലിയ തത്വചിന്തകനല്ലേ, IAS അല്ലേ. There are so many idiots who are working as IAS officers. പൊളിറ്റിക്സ് ഈസ് ആൻ എൻറ്റയർലി ഡിഫറെൻറ്റ് തിങ്. നമ്മൾ അത് കൂലങ്കുഷമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എത്ര ചാനലുകളിലേക്ക് രാഷ്ട്രീയ നിരീക്ഷകരുടെ തിരക്കാണ്. ഇപ്പൊ ഈ ലോകകപ്പ് ഫുട്ബോൾ, യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഫുട്ബോൾ അല്ലേ? ലോകകപ്പ് ഫുട്ബോൾ നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ട് പറയാറുണ്ടായിരുന്നു, ഈ സ്കൂളിലെ ഡ്രിൽ മാസ്റ്റർമാരെയൊന്നും കിട്ടാനില്ലെന്ന്. കാരണം എല്ലാവരെയും ചാനലുകാർ പിടിച്ചോളൂ മത്സരം അനലൈസ് ചെയ്യാനായിട്ട്. നോൺസെൻസ് യാ. ഏതായാലും നമുക്ക് നാളത്തെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം.